ഹലോ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് വ്ളോഗായിട്ടാണ്. എൻ്റെ മുമ്പേ ഉള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ക്രിസ്മസിന് നമ്മൾ മിക്കവാറും എബിയേട്ടൻ്റെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണയും ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈമാണ് എബിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് എബിയേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് കേക്കൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പം എബിയേട്ടൻ്റെ വീട്ടിൽ പോകുന്നത് തന്നെ നമുക്കൊരു ടൂർ പോകുന്ന പോലെ. നമുക്ക് തളിപ്പറമ്പ് ആലക്കോട് കഴിഞ്ഞ് പെരുമ്പടവങ്ങ് ഉള്ളോട്ടേക്ക് എത്തണം. അപ്പം നല്ല കാടും മലയും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. കുറച്ച് നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു 11:30 ടൈമിലും വെയിലുണ്ടെങ്കിലും വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു മഞ്ഞ് വീഴുന്ന ഒരു പോലെയാണുള്ളത്. നമ്മൾ ഈ പാലക്കയം തട്ടിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് എബിയേട്ടൻ്റെ വീട് വരുന്നത്. അപ്പോൾ എബിയേട്ടൻ നമുക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. Merry Christmas and Happy New Year. Thank you. കേക്ക് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് കൂടെ ഐശു കൂടെ. താങ്ക് യു. നമ്മളിപ്പോൾ എബിയേട്ടൻ്റെ വീട്ടിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് മാറ്റങ്ങളുണ്ട്. എല്ലാം എബിയേട്ടൻ്റെ കലാവിരുദ്ധകളാണ്. ക്രിസ്മസ് ട്രീയും ഇവിടുത്തെ ഗാർഡൻ സെറ്റിങ്ങും എല്ലാം എബിയേട്ടൻ്റെ ഒരു കഴിവാണ്. വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ മെയിൻ സ്പോട്ട്, അതായത് എബിയേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവരുടെ പറമ്പിൽ തന്നെ തോട് വരുന്നുണ്ട്. മഴക്കാലമാണെങ്കിൽ ഇത് ശരിക്കും ഒരു പുഴയാണ്. അപ്പോൾ ഇപ്പോൾ തോടൊക്കെ വൃത്തിയാക്കിയിട്ട് നല്ല അടിപൊളിയാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യൽ എനിക്ക് തോന്നുന്നത് ഇവിടെയാണ്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയ പോലത്തെ ഒരു സുഖമാണ്. ആരും ശല്യമില്ല, നല്ലൊരു വൈബ് പ്ലേസാണ്. അപ്പം നമ്മളിവിടുന്ന് ഒരുപാട് റീലും കുറേ എബിയേട്ടൻ്റെ തള്ളുകളൊക്കെ കേട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. മീനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കും? ചൂണ്ട വെച്ച് നമ്മൾ കുറേ റീലൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് അവസാനം വെള്ളത്തിൽ കീഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒടുക്കത്തെ തണുപ്പാണ്. ഇപ്പം അടുത്ത് ഈ ഒരു തോടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നല്ല നീറ്റും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലിയർ വെള്ളമാണ് വരുന്നത്. മുമ്പ് വന്ന സമയത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ വെള്ളം അത്ര ഒഴുക്കുണ്ടായില്ല. ഇപ്പം ഇതിലെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഇത്തവണ കഴിഞ്ഞ തവണ വന്നതിനേക്കാളും കൂടുതൽ മനോഹരമായിരുന്നു. റീലൊക്കെ എടുത്ത് ഏകദേശം ടൈം ആയപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ എബിയേട്ടൻ്റെ മമ്മി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഇന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി അത് കഴിക്കലാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി. അപ്പം ഞാൻ ഇതൊക്കെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ തന്നെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറേജും ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെപ്പോഴും വരുമ്പോൾ ഇത് മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പയും, അതായത് എല്ലും കപ്പയാണ്. പൊള്ളി സാധനമാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എബിയേട്ടൻ്റെ അമ്മയുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉള്ളി സാലഡ് വരുന്നുണ്ട്. അതിലും മനോഹരം. അതൊക്കെ ഉള്ളിയൊക്കെ പിഴിഞ്ഞിട്ട് വിനാഗിരിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കിടിലൈറ്റം. ഇത് കൂടാണ്ട് ചോറും പുളിങ്കറിയും അതുപോലെ തന്നെ പയറുമെഴുക്ക് വരട്ടിയതും അയക്കുറക്കറിയും അപ്പവും ബീഫ് വരട്ടിയതും ബീഫ് പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു മയക്കം മൂഡിലായപ്പോഴേക്ക് എബിയേട്ടൻ നല്ല അടാറ് വൈനുമായിട്ട് വന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഹോം മെയ്ഡ് വൈനൊക്കെ കഴിക്കുന്നത്. അടിപൊളി നല്ല. അപ്പം നമ്മൾ ഒരു സിപ്പ് വൈന് പ്ലം കേക്കുമായി മിക്സ് ചെയ്ത് ഇന്ന് ചീയേഴ്സ് പറഞ്ഞ് ഇവിടെ ഇന്നത്തെ ക്രിസ്മസ് ദിവസം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എബിയേട്ടൻ്റെ ഫാമിലീസ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ. നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടപ്പോൾ ഇന്ന് അവിടുന്ന് പിരിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ ടേക്ക് കെയർ, ബൈ. ഇനി കുറച്ച് പീസാകട്ടെ. രണ്ടുപേരും മാത്രം വിളിക്കാതെ ഒരാൾ മാത്രം. ഞാൻ ഒറ്റ ഈ കാര്യം